അപ്പോൾ പ്രേക്ഷകരെ, എന്താണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് ചോദിച്ചാൽ അതൊരൊറ്റ വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 2 മാസത്തിലധികമായി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത അപ്ഡേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം. SIT-യുടെ അന്വേഷണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള അറസ്റ്റ്, 6ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റേതായിരുന്നു. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഇനി ഏത് ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ SIT-യുടെ സംഘാംഗങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഏതാണ്ട് 12 മണിക്കൂർ നീളുന്ന പരിശോധനയാണ് നടത്തിയത്. അപ്പോൾ ആ പരിശോധനയിൽ ചില നിർണായക വിവരങ്ങൾ അവർ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ദേവസ്വം ബോർഡിനെയാണ് 8ാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്തായി എടുത്തിരുന്നത്. അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അങ്ങനെ അറസ്റ്റിലാവുകയായിരുന്നു. പക്ഷേ പത്മകുമാറിന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ട് എന്നതിന്റെ നിരവധി തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നതാണ്. ഇതിന്റെ കിങ് പിങ് തന്നെയാണ് പത്മകുമാർ എന്ന നിലയിലുള്ള വിവരങ്ങൾ SIT-ക്ക് ഇതിനോടകം ലഭിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൃത്യവിലോപം ഉണ്ടായതല്ല, ഏതെങ്കിലും തരത്തിൽ അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്ത കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. അതിൽ പ്രധാന പങ്ക് പത്മകുമാറിനുണ്ട് എന്നതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നടത്തിയ അന്വേഷണം എത്രമാത്രം നിർണായകമായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് നിരവധി തെളിവുകൾ, സുപ്രധാന തെളിവുകൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള ഓഫീസ് കെട്ടിടത്തിലാണ് പ്രധാനമായും പരിശോധനകൾ നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനയാണ് SIT പ്രധാനമായും നടത്തിയിരുന്നത്. ആ പരിശോധനയിൽ അവർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചില ഇടപാടുകൾ, സാമ്പത്തിക ഭൂമി ഇടപാടുകൾ പത്മകുമാറിനുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഇടപാടുകൾ, എന്തൊക്കെ രേഖകളാണ് ലഭിച്ചത് എന്നത് വിശദമായി തന്നെ പരിശോധിച്ചാൽ നിർണായകമായ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ SIT-ക്ക് ലഭിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്നതാണ് ഈ SIT കണ്ടെത്തിയ രേഖകൾ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം അന്വേഷിച്ചതും ഇന്നലെ ലഭിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും SIT-ക്ക് ലഭിച്ചിട്ടുണ്ട്. പോറ്റിയും പത്മകുമാറും ചേർന്ന് 2020, 21, 22 കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ SIT-ക്ക് ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം വളരെ പ്രസക്തമാണ്. 2020, 21, 22, 2019 ആദ്യം ഈ ശബരിമലയിലെ സ്വർണം പുറത്തു കൊണ്ടുപോയി ഉള്ള തട്ടിപ്പ് നടക്കുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 20, 21, 22 കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. ഭൂമി ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. അത് ആറന്മുളയിലും തിരുവനന്തപുരത്തും ഒപ്പം പത്തനംതിട്ടയിലുമായിട്ടാണ് നടന്നിരിക്കുന്നത് എന്നതാണ് SIT-ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് SIT-ക്ക് പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ SIT എന്തുകൊണ്ടാണ് അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നത്. അതിനുശേഷം റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് SIT എത്തിയതെന്ന് ചോദിച്ചാൽ, SIT-ക്ക് പത്മകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പത്മകുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ കൃത്യമായ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നത്. പക്ഷേ പത്മകുമാറിനോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആവർത്തിച്ച് നിഷേധിക്കുന്ന സമീപനമാണ് പത്മകുമാർ സ്വീകരിച്ചിരുന്നത്. ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ ഇല്ല എന്നതാണ് പത്മകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ SIT-ക്ക് വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തെളിവ് തേടി വീട്ടിലേക്ക് എത്തുന്നതും പരിശോധന നടത്തുന്നതും അത്തരം തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നതും. മാത്രവുമല്ല, SIT-ക്ക് ലഭിച്ച പല വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റ് പ്രതികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ
പല കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പത്മകുമാറുമായി ഉണ്ടായിരുന്ന ബന്ധം സംബന്ധിച്ചും അവർ തമ്മിലുള്ള അടുപ്പം സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ പത്മകുമാർ സമ്മതിക്കാത്തതുമായ കാര്യങ്ങളാണ്. അതിലാണ് ഇപ്പോൾ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നെന്ന് പോറ്റി SITയോട് പറഞ്ഞിരുന്നു. എന്നാൽ പത്മകുമാർ SITയോട് പറഞ്ഞത് ഇത് ഞാൻ ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് പത്മകുമാർ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ അവിടെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു പത്മകുമാർ. അത് മറ്റ് ചിലരിലേക്ക് കൂടി വഴിതെളിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ തനിക്ക് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയുമായി അടുപ്പിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പത്മകുമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ ഇനി SIT കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോറ്റി പത്മകുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഈ ഇടപാടുകൾ സംബന്ധിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോറ്റി SITയോട് സമ്മതിച്ചിരുന്നതാണ്. പത്മകുമാർ സമ്മതിക്കാതിരുന്നതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ SITക്ക് ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി സ്വാഭാവികമായും തിങ്കളാഴ്ച കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. അങ്ങനെ കസ്റ്റഡി ആവശ്യം അംഗീകരിച്ചു കിട്ടുകയാണെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ചില മറ്റ് ഉന്നതരുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പത്മകുമാർ സൂചന ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അത് അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് പോലും വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള നിർദ്ദേശം, ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസറാകാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, ഇതൊക്കെ ദേവസ്വം മന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അതുവഴിയാണ് അത്തരമൊരു നിർദ്ദേശം ലഭിച്ചത് എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഉന്നതരിലേക്ക് പോകുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരുന്നോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ ഈ അവസരങ്ങൾ ഒരുക്കി നൽകിയത് എന്ന കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. സ്വർണം വെട്ടി ചെമ്പ് എന്ന് വ്യക്തമാക്കി ആ തിരുത്ത് വരുത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്മകുമാർ സ്വമേധയാ ചെയ്തതാണോ അതോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ചെയ്തതാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ പത്മകുമാർ ഒരുക്കിക്കൊടുത്തത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരുക്കിക്കൊടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരം തട്ടിപ്പിന് വേണ്ടിയാണോ അതോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരുന്നോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി വിശദമായി അന്വേഷിച്ചറിയേണ്ടത്. അപ്പോൾ സ്പോൺസറാകാൻ സന്നദ്ധത അറിയിച്ച് ദേവസ്വം മന്ത്രിയെ നേരത്തെ സമീപിച്ചിരുന്നു എന്നത് പത്മകുമാർ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരുടെയെങ്കിലും സമ്മർദ്ദം പത്മകുമാറിനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ആ സമ്മർദ്ദം ചെലുത്തിയത്? അവരിലേക്ക് അന്വേഷണം എത്തണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ SIT തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. കസ്റ്റഡിയിൽ തിങ്കളാഴ്ച കിട്ടുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഈ ഘട്ടത്തിലും വലിയ വിധത്തിലുള്ള ന്യായീകരണം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കുറ്റാരോപിതൻ എന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മാത്രവുമല്ല, സർക്കാർ കുറ്റക്കാർക്കൊപ്പം ഉണ്ടാകില്ല എന്ന സന്ദേശം നൽകുന്നു. അപ്പോൾ പതിവ് രീതിയിൽ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനുള്ളൊരു സമീപനമാണ് CPM ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്. ഇന്ന് വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറസ്റ്റ് CPMനെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന തരത്തിലാണ് ഇതിനോട് പ്രതികരിച്ചത്. വിജയരാഘവന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അതിൽ CPM പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഈ ഇന്നലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ദേവസ്വം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഇടപെടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ്. ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ ഏതന്വേഷണവും നടത്തുക, വേഗത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു.
അപ്പോൾ ഇതാണ് CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് CPM ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത്. പക്ഷേ ഇത് മതിയാകുമോ എന്നത് കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ പാർട്ടികൾ അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഇതിലൊരല്പം മുൻപിട്ട് നിൽക്കുന്നത് BJP ആണ് എന്ന് പറയാതെ വയ്യ. ഏറ്റവും വലിയ ഗുണഭോക്താവ് ആകാൻ പോകുന്നത് BJP ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആവർത്തിച്ച് BJP നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണങ്ങൾ നൽകുകയാണ്. ജോർജ് കുര്യൻ ഇന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അത് കേന്ദ്ര സേനകൾ അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ജോർജ് കുര്യൻ വിരൽ ചൂണ്ടിയത്. വേണമെങ്കിൽ കേന്ദ്രം സഹായിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 30 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നതുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. അപ്പോൾ BJP നേതാക്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം കൂടി കേൾക്കാം. സംഭവിച്ചതിൽ ഒരത്ഭുതവുമില്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളാണ്. അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നത്. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണുണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ 4.5 കിലോ സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമെന്ന്. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. അപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നതിലേക്ക് BJP നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോർജ് കുര്യൻ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജയകുമാറിനെ കൊണ്ടുവന്നത് അടവ് നയമാണെന്ന്. പക്ഷേ നോക്കൂ, ഈ തിരുത്തൽ നടപടി മാത്രമാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ജയകുമാറിനെ പോലെ ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവന്നത് നല്ലൊരു സന്ദേശമാണ്. എന്തായാലും അദ്ദേഹം അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് വന്ന ഉത്തരവിലൂടെ മനസ്സിലാകുന്നത്. കാരണം ഇനി ഒരു കുറിപ്പ് ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കാൻ പോകുന്നു യോഗത്തിൽ എന്ന കാര്യത്തിൽ അംഗങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി നൽകണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, പുതിയ പരിഷ്കാരങ്ങൾ ആയി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റിന്റെ അനുവാദമില്ലാത്ത ഒരു വിഷയവും ഇനി ബോർഡ് യോഗത്തിൽ പരിഗണനയ്ക്ക് വരരുത് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പത്മകുമാർ അംഗങ്ങൾ പോലും അറിയാതെയാണ് മിനിറ്റ്സ് തിരുത്തിയത് എന്ന കാര്യം വ്യക്തമായിരിക്കും ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ കോടതി തന്നെ ഈ മിനിറ്റ്സ് ഉൾപ്പെടെ ക്രമരഹിതമാണ് എന്ന വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മിനിറ്റ്സിന്റെ ക്രമീകരണം ശക്തമാക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു. ബോർഡ് ഒപ്പിട്ട് തരുന്ന തീരുമാനത്തിന്റെ മിനിറ്റ്സ് അടുത്ത ബോർഡ് യോഗത്തിൽ അത് സ്ഥിരീകരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ജയകുമാർ നൽകിയിരിക്കുകയാണ്. അതൊക്കെ ഒരു തിരുത്തൽ പ്രവൃത്തിയായി വേണം നമ്മൾ മനസ്സിലാക്കാൻ. വിഷയങ്ങൾ മുൻകൂട്ടി അറിയാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും എന്നതുകൊണ്ടാണ് അംഗങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവരെ മുൻകൂട്ടി അറിയിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ജയകുമാർ ഈ ഉത്തരവിൽ പറയുന്നത്. ബോർഡ് മിനിറ്റ്സിൽ അംഗങ്ങൾ പോലും അറിയാതെ തിരുത്തൽ വരുത്തിയ സാഹചര്യത്തിലാണ് ഇനി അത് എന്തൊക്കെയാണ് മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയതെന്നത് പിന്നീട് അടുത്ത യോഗത്തിൽ സ്ഥിരീകരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി വരുന്നത്. അപ്പോൾ അതാണ് ഇനി പോസിറ്റീവായി നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ നിയമിതനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന്റെ നേതൃത്വത്തിൽ അതവിടെ നടന്നു വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യം വേണ്ടത് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ്. അതൊരു
ഭാഗത്ത് നടക്കുമ്പോൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള തിരുത്തൽ പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുന്നു. ആ രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേസമയം ഇതുവരെ നടന്നത് വലിയ മോശം സംഭവങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡിനെ നയിക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് കരുതിക്കുട്ടി ബോധപൂർവം അവിടെ ഒരു കളവിന് വഴിയൊരുക്കിയത്, കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കുറ്റക്കാർ ഇവിടെ മാത്രം ഒതുങ്ങുമോ, ഇതിന് മുകളിലേക്ക് ആളുകൾ ഉണ്ടോ, ഇനിയും ഉന്നതർ കുടുങ്ങാനുണ്ടോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വഴിയെ അക്കാര്യങ്ങൾ ബോധ്യമാകും. എന്തായാലും തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് SIT നടത്തുന്ന ചോദ്യം ചെയ്യൽ, കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ SIT നടത്തുന്ന ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായി മാറും.